നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സംഭവമാണ്. അതായത് നമ്മളിത് നമ്മുടെ പച്ച കായാണ്, ഏത്തക്കയല്ല, നമ്മുടെ സാധാരണ കറിക്കായാണ്. അപ്പോൾ ഇതും പിന്നെ ഒരു മുട്ടയും കൂടെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല കിടക്കാച്ച സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കണ്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് വേഗണം. അപ്പൊ നമുക്ക് മുറിച്ച് മാറ്റും. രണ്ട് പീസ് ആക്കിയേക്കാം. അപ്പൊ നമ്മുടെ ചെറിയ പാത്രമാണെങ്കിലും അതിനകത്ത് കിടന്ന് നമുക്ക് വെന്തെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ഫ്രഷ് കായാണ്. മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണെങ്കിലും നല്ല ഫ്രഷ് സാധനം. ഇപ്പൊ നമ്മൾ രണ്ട് പീസായിട്ട് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുക്കർ എടുത്തിട്ട് ഇത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ അത് വേകാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് ഒരു വിസില് അത് മതിയാവും. നമ്മൾ എടുക്കുന്ന കായുടെ വലിപ്പം അനുസരിച്ചിട്ട് 1-2 വിസിൽ വേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം. നമ്മളപ്പോ ഒരു 2 വിസില് കഴിഞ്ഞു. അപ്പൊ അതിന്റെ എന്താ പറയുക, ഈ ആവിയൊക്കെ പോയി. ഇനി നമുക്ക് തുറക്കാം. അതെ, നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. അപ്പൊ ഇതൊന്ന് തണുത്തിട്ട് ഇതിന്റെ തൊലി നമുക്കൊന്ന് കളയണം. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ കയറി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ കൈയുടെ തൊലിയൊക്കെ പോകും. അത് തന്നെ. നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് തൊലി കളയാവേ. അപ്പൊ തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കളറൊക്കെ മാറിയത് എന്ത് നല്ല കളറെല്ലാം, അതിന്റെ കളറ് മാറി. ഈ നമ്മളെ ഇട്ട വെള്ളത്തിന്റെ കളറ് മാറിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും തണുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമ്മുടെ കായ ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി നമ്മൾ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രേറ്ററില് നമുക്കിതൊന്ന് ഉരച്ചെടുക്കാവേ. ഇപ്പൊ നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി കിട്ടണം. ഇതിപ്പോ ഒരു ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉരച്ചെടുക്കുന്നത്. അപ്പോൾ ഉരച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മറ്റേ ഈ എന്താ പറയുന്ന മിക്സ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളുണ്ടല്ലോ കാതെ കംപ്ലീറ്റ് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിത് ഇപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ എണ്ണ, ഇത് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഗ്രാമ്പു, കുറച്ച് പട്ട, പിന്നെ 3-4 കുരുമുളക്. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് ഈ ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് നമ്മുടെ ജീരകം, നല്ല ജീരകമാണ്, പെരുംജീരകമാണ്. ഒരു നുള്ള് മതി, അത്ര മതി. അത് ഒരുപാടൊന്നും വേണ്ട, ശകലം മതി സംഭവം. അപ്പൊ അത് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ പൊടിക്കാതായിട്ടിരിക്കുന്നത്, പക്ഷെ അതിന്റെ ഒരു ഫ്ലേവർ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മളെടുത്ത് വെച്ചാൽ ഒരു ചെറിയ സവാള നമ്മൾ കൊത്തി അരിഞ്ഞ് നമ്മൾ ഓംലെറ്റിന്റെ ഒക്കെ പരുവത്തിൽ കൊത്തി അരിഞ്ഞ് നമുക്ക് അതോടെ ചേർത്ത് കൊടുക്കാവേ. സവാള ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അതെ, ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കാനാണ്. അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മള് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം എരിവില്ലാത്തതാണ് ഇത്, 2 എണ്ണം. അതിപ്പോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞാണ്. അപ്പൊ അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് കൂടുതൽ എരിയുള്ളതാണെങ്കിലും ഒരു പച്ചമുളകിന്റെ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ എന്താ പറയുക, പ്രത്യേകിച്ച് വലിയ എരിവൊന്നും ഇല്ല, നല്ല ടേസ്റ്റ് ആയി. അതുകൊണ്ടാണ് നമ്മൾ 2 മുളക് എടുത്തിരിക്കുന്നത്. നീളം കൂടുതലാണ്. അപ്പൊ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വേണം. അപ്പൊ ഇത് വഴലുന്ന നേരം തന്നെ നമുക്ക് മുട്ട, സാധാരണ നമ്മുടെ കോഴിമുട്ട, അത് 2 എണ്ണം ഒന്ന് പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ആ പാത്രം ഇട്ടിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമ്മൾ ഈ മുട്ട ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാവേ.
കൂടുതൽ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. കൂടുതൽ ഇതിപ്പോ നമ്മള് കായാണെങ്കിലും 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മള് 2 മുട്ട മാത്രം എടുത്ത്. കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് കൂട്ടാം. നമ്മൾ ഉള്ളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ മുട്ട റെഡിയായി. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പൊടികളും കൂടെ ഒക്കെ അതിനകത്ത് ചേർക്കണം. എന്നിട്ട് വേണം നമ്മുടെ തീ ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കഴിഞ്ഞാൽ മതി. അതിനകത്ത് നമുക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഏതൊരു പരിപാടി നമ്മൾ തുടക്കത്തിൽ സ്വല്പം മഞ്ഞപ്പൊടി എന്നാലേ അതിനൊരു സുഖം വരത്തുള്ളൂ. നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതെ അതെ, അത് കരിഞ്ഞു പോകല്ലോ. എന്താ അറിയാം, സവോള നമ്മൾ ചെറിയതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം അതൊരു കളറിന് വേണ്ടി നമ്മൾ അത്യാവശ്യം മറ്റെന്താ പറയുന്നത് എരിവിന് ആവശ്യമായിട്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഒരുപാട് പിന്നെ മുളക് പൊടി നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടി ചേർക്കാം. നമ്മുടെ മല്ലിപ്പൊടി ഇത്. ഇനി നമുക്കൊരു സ്വല്പം ഗരം മസാല കൂടെ ചേർക്കാം. നമ്മൾ ഇതിന്റെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ. പക്ഷെ എന്നാലും ഗരം മസാല കൂടെ ചേർത്താലേ അതിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റ്. അപ്പൊ ഇതിലേക്ക് തന്നെ നമ്മുടെ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ നമ്മളിപ്പം കായ്ക്കകത്ത് ഉപ്പിട്ടിട്ടില്ല, മുട്ടയ്ക്കകത്ത് ഉപ്പിട്ടിട്ടില്ല. പക്ഷെ നമ്മളിപ്പം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടിൻ്റെ അകത്തോട്ട് തന്നെ ഉപ്പിടാവേ. അപ്പൊ നമുക്ക് എല്ലാത്തിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പൊടിയുടെ ഒക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഏത്തക്ക ചേർത്ത് കൊടുക്കാം. ഏത്തക്കയല്ല, നമ്മുടെ പച്ചക്കായ. വളരെ എളുപ്പമാട്ടോ സംഭവം ചെയ്തെടുക്കാനായിട്ട്. അതല്ലേ, ഗസ്റ്റ് ഒക്കെ വന്നാലുണ്ടല്ലോ, അവർ ഇരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മലയാളികളുടെ ഒക്കെ എല്ലാവരുടെയും വീടുകളിൽ സ്റ്റോക്ക് ഉള്ള സാധനമാണ് പച്ചക്കായ. അപ്പൊ ഇനി തീ ഒരു സ്വല്പം കൂട്ടി കൊടുക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൂട്ടി കൊടുക്കാം. ഇത്ര നേരം നമ്മൾ സിമ്മിലാണ് വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പൊടിയൊക്കെ കരിഞ്ഞു. അതുകൊണ്ട് നമ്മൾ തീരെ കുറച്ച് വെക്കുന്നത്. പിന്നെ നമുക്കൊരു ശക്കലം തീ കൂട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ഉണ്ട് എല്ലായിടത്തും ഒന്ന് പറ്റിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പൊ നമ്മള് മുട്ട 2 എണ്ണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇതിന്റെ ഒരു സൈഡിലോട്ട് വകഞ്ഞ് മാറ്റിയതിന് ശേഷം നടുക്കോട്ട് നമുക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കുക. മുട്ട മുഴുവൻ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഒരു മിനിറ്റ് നമ്മൾ ഈ മുട്ട ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യണം. അതിനുശേഷം മുഴുവൻ കൂടി ഇട്ടങ്ങ് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഈ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല. ചട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊക്കെ അടിയിലൊക്കെ പിടിക്കും. കുഴപ്പമുള്ള കേസല്ല. പക്ഷെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പം വലിയ വിദഗ്ധരൊക്കെ പറയുന്നത്. നമ്മളെ സംഭവം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇത് മുട്ട നന്നായിട്ട് ഡ്രൈ ആണ്. അത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മുട്ടയല്ല, നമുക്കറിയാമല്ലോ, പെട്ടെന്ന് സംഭവം സെറ്റായി. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ അവസാനം നമുക്കൊരു മേമ്പൊടിക്ക് ഒരു സ്വല്പം ഗരം മസാല തൂക്കി കൊടുക്കാം. എന്നാലേ അതിന്റെ ആ ഒരു ഗരം മസാലയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ ഇച്ചിരി ചേർത്തായിരുന്നു. പക്ഷേ ചൂടാകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവർ കുറച്ചൊക്കെ പോകും. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ എന്താ പറയുന്നത് വറുത്ത് പൊടിച്ചൊക്കെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ ആ പച്ച ചുവ ഇങ്ങനെ ഗരം മസാലയ്ക്ക് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കറിവേപ്പിലയും പുതിനയിലയും മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ കറിവേപ്പില മാത്രം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. അതെ, നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കുക, സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. നമുക്കിപ്പോ സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിന്റെ ഒരു പച്ച കളർ ഒന്നും പോകണ്ട. അല്ലാതെ തന്നെ നമുക്കത്
പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് നമുക്ക് ഇവനെ അങ്ങോട്ട് ഇടാം, സെർവ് ചെയ്യാം. ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി. 2 മുട്ടയും 2 ഏത്തക്കയും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിളമ്പാനായിട്ട് കിട്ടും. ഇതിപ്പോ നമുക്കുണ്ടല്ലോ ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഈ ചപ്പാത്തിക്കൊക്കെ ആയിട്ടാണെങ്കിലും പൂരി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് കൂടെ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. കായൊക്കെ ആണെങ്കിലും വളരെ വേഗം വേകുകയും ചെയ്യും, മുട്ടയും വളരെ വേഗം വേകും. അപ്പൊ നമ്മളിപ്പോ വളരെ ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുമ്പോ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അധികം കൂട്ടാനൊന്നും കാണത്തില്ല. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. അപ്പൊ എന്തായാലും ഉള്ളല്ലോ ഈ പച്ചക്കായും മുട്ടയും വെച്ച് അത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കാണുമല്ലോ. മുട്ടയൊക്കെ കോഴിയൊക്കെ കാണുമല്ലോ മിക്ക വീടുകളിലും. അപ്പൊ നമുക്ക് ഇവിടെ കോഴിയൊന്നും വളർത്താൻ പറ്റത്തില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ കോഴിയൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പം ഇത് വെച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയോ. ഇത് നോക്കിയാൽ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് ആണ് സാധനം. നമ്മളാ ഗരം മസാല ലാസ്റ്റിൽ കൂടി ഇട്ടില്ലേ, അപ്പൊ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ്. അപ്പൊ ചെയ്ത് നോക്കിയോ. ഇപ്പൊ ചെയ്ത് നോക്കിയിട്ടുള്ള ഇത് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ആദ്യം തന്നെ കൈ പോക്കണേ, വാശിയായിരിക്കണം എപ്പോഴും. അപ്പം ചെയ്ത് നോക്കിയോ, ചെയ്ത് നോക്കിയ ഒരു അഭിപ്രായം പറയുക. ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കിക്കോ, സൂപ്പർ സാധനമാണ്. പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകരുത്, ഒന്ന് ലൈക്ക് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ ഷെയർ ഒക്കെ ഒന്ന് ചെയ്താലേ മറ്റുള്ളവർക്കും കൂടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചെയ്യാനും പറ്റും. അതെ, അത് നമുക്കൊരു ഉപകാരം കൂടാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യുക, കമന്റും ചെയ്യുക. എന്ത് വേണം ചോദിച്ചോ, നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അപ്പൊ നമുക്ക് അടുത്ത വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും നല്ല പച്ചക്കായും മുട്ടയും വെച്ചുള്ള ഒരു വിഭവമായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.